നാലാം ക്ലാസ്സിലെ EVSലെ 6ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആകാശക്കാഴ്ചകൾ. സൗരയൂഥം. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും മറ്റനേകം ആകാശവസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥം എന്നാൽ സൂര്യനും സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും മറ്റനേകം ആകാശവസ്തുക്കളും ചേർന്നതാണ്. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതും ഏറ്റവും ചെറിയ ഗ്രഹവുമാണ് ബുധൻ. ശുക്രൻ ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ്. ഭൂമിയുടെ ഇരട്ട എന്നും അറിയപ്പെടുന്നു. മൂന്നാമത്തേത് ഭൂമി. ജീവൻ്റെ നിലനിൽപ്പ് കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നതിനാൽ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വ്യാഴം ഒരു തവണ സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷമെടുക്കും. ഇതിനെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നു. സാറ്റേൺ, ശനി, വലയങ്ങളുള്ള ഗ്രഹമാണ്. യുറാനസ് ചെരിഞ്ഞ ഭ്രമണം നടത്തുന്ന ഗ്രഹമാണ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. എന്താണ് ഗ്രഹങ്ങൾ? ഒരു നിശ്ചിത പാതയിൽ കൂടി സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. 8 ഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത്. ഇനി എന്താണ് ഉപഗ്രഹങ്ങൾ? ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശവസ്തുക്കളെ നമ്മൾ എന്ത് പറയും? ഉപഗ്രഹങ്ങൾ. ഭൂമി ഒരു ഗ്രഹമാണല്ലോ. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്, അതോടൊപ്പം തന്നെ സൂര്യനെ വലം വയ്ക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് രാവും പകലും ഉണ്ടാവുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. ഭൂമി സൂര്യന് ചുറ്റും നിശ്ചിത പാതയിലൂടെ കറങ്ങുന്നതാണ് ഭൂമിയുടെ പരിക്രമണം. ഭൂമി ഒരു ഭ്രമണം പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയത്തെ ഒരു ദിവസമായി കണക്കാക്കുന്നു. ഭൂമി ഒരു തവണ സ്വയം കറങ്ങുന്നതിന് 24 മണിക്കൂർ സമയമാണ് എടുക്കുക. ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട കാലമാണ് ഒരു വർഷം, അഥവാ 365 ദിവസം. ഭൂമിക്ക് ഒരു തവണ സൂര്യനെ വലം വെച്ച് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് ഒരു വർഷം.